പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ദിവസം PV അൻവർ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ഇറങ്ങി വന്നപ്പോൾ ആ വന്നതിനെ തുടർന്ന് PV അൻവർ നടത്തിയ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ PV അൻവർ കീഴടങ്ങിയെന്നും ഈ സമര പോരാട്ടമെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം പോവുകയാണ് എന്നുമാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. PV അൻവറിനെ മുഖ്യമന്ത്രി അനുനയിപ്പിച്ചെന്നും PV അൻവർ സമരത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്നും എല്ലാ മാധ്യമങ്ങളും ആവർത്തിച്ച് പറഞ്ഞു. എന്നാൽ അതേ മാധ്യമങ്ങൾ തന്നെ PV അൻവർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ട് വന്നതിന് ശേഷം പത്രസമ്മേളനം നടത്തിയതിനെ തുടർന്ന് ആ പ്ലേറ്റ് മുഴുവൻ തിരിച്ചിട്ട് PV അൻവർ ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോവുകയാണ്. PV അൻവർ കുന്തമുന പിണറായി വിജയനെതിരെ തിരിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള നിലയിലേക്ക് മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് PV അൻവർ കൊടുത്ത പരാതി CPM ഗൗരവമായി പരിഗണിക്കും എന്ന് ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്? CPM ഈ PV അൻവറിൻ്റെ ആരോപണങ്ങൾ ഗൗരവമായി പരിഗണിക്കുമോ? അതുമായി ബന്ധപ്പെട്ട് പാർട്ടി അന്വേഷിക്കുമോ? അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നൊക്കെയുള്ള വിഷയങ്ങളിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഒരു നിരീക്ഷണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഒരു കാര്യം വ്യക്തമാണ്. PV അൻവർ പിണറായി വിജയനെ കണ്ടിട്ട് പുറത്തേക്കിറങ്ങിയപ്പോഴുണ്ടായിരുന്ന ശരീരഭാഷയല്ല PV അൻവർ MV ഗോവിന്ദനെ കണ്ടിട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പിണറായി വിജയനെ കണ്ടിറങ്ങി വന്ന PV അൻവറിൻ്റെ ശരീരഭാഷ ഒരു പരാജിതൻ്റെ ആയിരുന്നുവെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ടിട്ട് ഇറങ്ങി വന്ന PV അൻവറിൻ്റെ ശരീരഭാഷ ഒരു വിജയിയുടേതായിരുന്നു എന്നാണ് ആ പത്രസമ്മേളനങ്ങൾ രണ്ടും കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പിണറായി വിജയനെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി വന്നപ്പോൾ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി വളരെ നെഗറ്റീവായിട്ടുള്ള മറുപടികൾ ആണ് PV അൻവർ നൽകിയതെങ്കിൽ MV ഗോവിന്ദനെ കണ്ടിട്ട് ഇറങ്ങി വന്ന PV അൻവർ വളരെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള വളരെ ബില്ലിജറൻ്റ് ആയിട്ടുള്ള മറുപടികളാണ് നൽകിയത് എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിണറായി വിജയനെ കണ്ടിറങ്ങി വന്നപ്പോൾ ഒരു പരാജയത്തിൻ്റെ മുഖമെങ്കിൽ MV ഗോവിന്ദനെ കണ്ടു വന്നപ്പോൾ ഒരു വിജയിയുടെ മുഖം. ആരോ എന്നോട് പറഞ്ഞതുപോലെ പിണറായി വിജയനെ PV അൻവർ കണ്ടത് സെക്രട്ടേറിയറ്റിലായിരുന്നുവെങ്കിൽ MV ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടത് AKG സെൻറ്ററിലല്ല, മറിച്ച് ഫ്ലാറ്റിൽ വെച്ചായിരുന്നു എന്നാണ് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. സുഹൃത്തുക്കളെ, പിണറായി ഗോവിന്ദനെ കണ്ടിറങ്ങിയ ഇയാൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ മല പോലെ വന്നത് എലി പോലെ പോയല്ലോ എന്ന് ചോദിച്ചപ്പോൾ എലി അത്ര ഈ പറഞ്ഞതുപോലെ ലളിതമായി കാണേണ്ട ഒരു ജീവിയാണോ? ഒരു എലി വിചാരിച്ചാൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള നിലയിലുള്ള ഒരു മറുപടി അയാൾ പറഞ്ഞു. രണ്ട്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററെ കുറിച്ച് ഒരു പ്യൂൺ അന്വേഷിച്ചാൽ എങ്ങനെയിരിക്കും എന്നുള്ള ചോദ്യം അയാൾ ചോദിച്ചു. സ്വാഭാവികമായും അത് മുഖ്യമന്ത്രിയായിട്ടാണല്ലോ ആളുകൾ താരതമ്യം ചെയ്യുക. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്കൂളിലെ പ്രധാന അധ്യാപകൻ. സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ പ്രധാന അധ്യാപകൻ്റെ സ്ഥാനത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയല്ലേ. അപ്പം അതായത് പ്രധാന അധ്യാപകനെ കുറിച്ച് പ്യൂൺ അന്വേഷിക്കുമോ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ അപ്രധാനമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണോ അന്വേഷിക്കുക എന്നുള്ള നിലയിലേക്കല്ലേ താരതമ്യങ്ങൾ പോവുക. എന്നു മാത്രമല്ല, അയാൾ മറുചോദ്യം ഒന്ന് ചോദിച്ചത് മുഖ്യമന്ത്രിയാക്കിയത് വീട്ടിൽ നിന്നാണോ? അല്ലല്ലോ. മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയല്ലേ എന്നാണ് അയാളുടെ ചോദ്യം. ഇതെന്നോട് ആരോ ചോദിച്ചതുപോലെ പിണറായി വിജയൻ പണ്ടങ്ങോ VS അച്യുതാനന്ദൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യത്തിന് സമാനമാണ് എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്. VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയല്ലേ, അല്ലാതെ അല്ലല്ലോ മുഖ്യമന്ത്രിയായത് VS അച്യുതാനന്ദൻ എന്ന് പണ്ടങ്ങോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചതിന് സമാനമല്ലേ ഈ ചോദ്യം എന്നൊരാൾ എന്നോട് ചോദിച്ചു. എന്നു മാത്രമല്ല, അയാൾ അതിനുശേഷം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളിലൊക്കെ തന്നെ അയാൾ ശക്തമായിട്ട് ഈ രംഗത്ത് നിൽക്കുകയാണ് എന്നുള്ള ഒരു തോന്നലാണ് അയാൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രയുമേ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കും. സുഹൃത്തുക്കളെ, ഞാൻ ഈ CPM ഇത് അന്വേഷിക്കുമോ ഇല്ലയോ എന്നുള്ള സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, CPM വേണമെങ്കിൽ ഇത് ലളിതവൽക്കരിച്ച് ഇതിനെ മാറ്റി വെക്കാമായിരുന്നു.
CPM-നെ വേണമെങ്കിൽ പറയാമായിരുന്നു ഇത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്, അതുകൊണ്ട് അത് ഗവൺമെൻറ് അന്വേഷിക്കട്ടെ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തത് പി ശശിയെക്കുറിച്ചിട്ടുള്ള ആരോപണമാണ് എന്ന് വരികിൽ പോലും ഇതിനെ വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റബിഷ് ചെയ്യാമായിരുന്നു CPM-ന്. അത് ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ട്, DGP അന്വേഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നില്ല, പാർട്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ലളിതവൽക്കരിക്കാമായിരുന്നു. പക്ഷേ അത് ലളിതവൽക്കരിച്ചില്ല എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കും എന്ന് പാർട്ടി പറഞ്ഞിരിക്കുന്നു. പരാതി ലഭിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെക്കുറിച്ചിട്ടുമാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്താണ് നടക്കാൻ സാധ്യതയുള്ളതെന്ന് സംബന്ധിച്ചുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങളാണ് ഞാൻ നടത്താൻ പോകുന്നത്. അത് പാർട്ടി ഗൗരവമായി പരിഗണിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നുന്നത് പരാതി പി ശശിയെക്കുറിച്ചിട്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. പി ശശിക്കെതിരായിട്ട് അതൃപ്തിയുള്ള വലിയ വിഭാഗം CPM-ൻ്റെ നേതൃത്വത്തിലുണ്ടെന്നുള്ളത് പരസ്യമായ രഹസ്യമല്ലേ സുഹൃത്തുക്കളെ? കാരണം പി ശശിയെ കൊണ്ടുവന്നത് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായ വല്ലാതെ മോശമാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം CPM-ൻ്റെ നേതൃത്വത്തിലുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയെ ശശി മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്ന വലിയ നേതൃത്വം CPM-നകത്തുണ്ട്. ശശി ചെയ്യുന്നത് മുഴുവൻ പിണറായി വിജയൻ പറഞ്ഞിട്ടാണെന്നും ശശി പാർട്ടിയെ പരിഗണിക്കുന്നില്ല എന്നുള്ള വിശ്വാസം പാർട്ടി സെക്രട്ടറിക്ക് ഉൾപ്പെടെ ആ പരാതിയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്ന് തന്നെ ശശിക്കെതിരായിട്ട് വലിയ വിമർശനമുണ്ട്. കാരണം കണ്ണൂരിലത്തെ പാർട്ടി നേതാക്കന്മാരെ ഒന്നും ശശി പരിഗണിക്കാറില്ല. ശശിയുടേതായിട്ടുള്ളൊരു സാമ്രാജ്യം സൃഷ്ടിച്ചാണ് പോകുന്നതെന്നും ശശി അടുത്ത തവണ ഈ പറഞ്ഞതുപോലെ തലശ്ശേരിയിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള നിലയിലുള്ള സംഭാഷണങ്ങളും ഉയർന്നു. അപ്പോൾ ശശിയെ കൊണ്ടുവന്നുകൊണ്ട് പാർട്ടിയുടെ പ്രതിച്ഛായ പോയി എന്ന് വിശ്വസിക്കുന്നവർ, ശശി പാർട്ടിയെ പരിഗണിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവർ, അതുപോലെ തന്നെ കണ്ണൂരിലെ പാർട്ടിയെയും ശശി പരിഗണിക്കുന്നില്ല എന്ന് ഈ നിലപാടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ശശിക്കെതിരെ ഒരു പരാതി കാര്യകാരണ സഹിതം കിട്ടുമ്പോൾ അത് ഗൗരവമായി അന്വേഷിക്കണം എന്ന് CPM നേതൃത്വം തീരുമാനിച്ചാൽ അത് അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള നിലയിലും വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. കാരണം പിണറായി വിജയനെതിരായി വിമർശനമുള്ള, പിണറായി വിജയനോടൊന്ന് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ പോരാടാൻ തയ്യാറാവാത്ത വലിയൊരു വിഭാഗം നേതൃത്വം CPM-നുണ്ട്. ആ നേതൃത്വത്തിൻ്റെ കയ്യിൽ പി ശശിക്കെതിരെ പരാതി കിട്ടുമ്പോൾ അത് പിണറായി വിജയനെതിരായിട്ടൊരു പരാതിയായിട്ട് കൂടി നമുക്ക് കാണാം. നമുക്കറിയാമല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിണറായി വിജയനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. സ്വാഭാവികമായും ശശിക്കെതിരായിട്ടുള്ളൊരു പരാതി പിണറായി വിജയനെതിരായിട്ടുള്ള പരാതിയായിട്ട് കൂടി CPM നേതൃത്വം കാണാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെതൊക്കെ കൂടി പശ്ചാത്തലത്തിൽ വേണം PV അൻവർ പി ശശിക്കെതിരെ കൊടുത്ത പരാതി CPM ഗൗരവമായി പരിഗണിക്കും എന്ന് പറഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് മാത്രമല്ല, അൻവർ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പത്രസമ്മേളനത്തിന് ശേഷമുള്ളതുപോലെയല്ല. ഇപ്പോൾ എം വി ഗോവിന്ദനെ കണ്ട് പരാതി കൊടുത്തതിന് ശേഷം PV അൻവർ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആരോപണങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇയാളുടെ സംഘപരിവാർ ബന്ധത്തിലേക്ക് ഇയാൾ വല്ലാതെ ഊന്നുന്നുണ്ട് PV അൻവർ. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. PV അൻവർ അതിനുശേഷം റിപ്പോർട്ടറിൽ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ADGP MR അജിത് കുമാർ പാലക്കാട് എങ്ങാണ്ട് പോയി ഒരു RSSകാരുടെ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ള നിലയിൽ PV അൻവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സംഘപരിവാർ എൻ്റെ ആളാണ് ഇയാൾ എന്നുള്ള നിലയിൽ ഉള്ള ക്യാമ്പയിനും അൻവർ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അൻവറിനെ പിന്തുണച്ചുകൊണ്ട് KT ജലീൽ വന്നപ്പോഴും കാക്കിയെ കാവ്യാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അൻവർ എം വി ഗോവിന്ദനെതിരെ നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം കൂടുതൽ ഈ പറഞ്ഞ പോലെ ഊർജ്ജം അയാൾക്ക് എവിടുന്നോ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് മാത്രമല്ല, വളരെ ഈ പറഞ്ഞതുപോലെ സോഫിസ്റ്റിക്കേറ്റഡായി MR അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ അയാൾ സംഘപരിവാറിൻ്റെ ആളാണെന്ന് തോന്നിപ്പിക്കുന്ന നിലയിലുള്ള ഒരു നിലയിലേക്ക് അയാൾ മാറിയിട്ടുണ്ട്. അതിന് അയാൾക്ക് പിന്തുണ കൊടുക്കുന്ന രീതിയിലാണ് ദത്താത്രേയ ഹൊസബോള എന്ന് പറഞ്ഞിട്ടുള്ള RSSൻ്റെ ഈ പറഞ്ഞ പോലെ പ്രത്യയശാസ്ത്ര രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ അജിത് കുമാർ പോയി കണ്ടു എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പി ശശിക്കെതിരെ കിട്ടിയിരിക്കുന്ന ആരോപണങ്ങൾ CPM ഗൗരവതരമായി അന്വേഷിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പി ശശിക്കെതിരായി കിട്ടിയിരിക്കുന്ന ആരോപണങ്ങൾ പി ശശിക്കെതിരായും അതോടൊപ്പം തന്നെ പിണറായി വിജയനെതിരായും CPM നേതൃത്വം ഉപയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയില്ല. പക്ഷേ മറുഭാഗത്ത് പിണറായി വിജയൻ ഇത് കണ്ട് ചാഞ്ഞിരിക്കും എന്നാരും തെറ്റിദ്ധരിക്കരുത്. പിണറായി വിജയൻ്റെ കയ്യിൽ ഭരണമുണ്ട്, പോലീസുണ്ട്, അന്വേഷണ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ
എം.വി. ഗോവിന്ദനെതിരായിട്ട് ഇറങ്ങുന്ന സാഹചര്യവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം എം.വി. ഗോവിന്ദൻ്റെ മകനെതിരെയും ഒരുപാട് ആരോപണങ്ങൾ, ശ്യാംജിത്ത് എന്ന് പറഞ്ഞ അയാളുടെ മകനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ധനസമ്പാദനവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കള്ളക്കടത്തുമായൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് എം.വി. ഗോവിന്ദനെതിരായി ആരോപണങ്ങൾ ഉയർന്നു വന്നാലും അത്ഭുതപ്പെടേണ്ട. എം.എ.വി. തോമസ് ഐസക് മുതലായിട്ടുള്ള ആളുകൾക്കെതിരായിട്ടും ഒക്കെ തന്നെ പിണറായി വിജയൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആരോപണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ട് ഈ ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ പി.വി. അൻവർ രേഖാമൂലം എഴുതി എം.വി. ഗോവിന്ദന് കൊടുത്ത ആ സംഭവ വികാസം ഇനി എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ വികസിച്ച് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഈ പറഞ്ഞതുപോലെ പ്രാഥമികമായി പ്രൈമ ഫേസി നമുക്ക് പറയാൻ കഴിയുന്നത് പി ശശിക്കെതിരായി പി.വി. അൻവർ കൊടുത്ത ആരോപണങ്ങൾ, രേഖാമൂലം എഴുതി കൊടുത്ത ആരോപണങ്ങൾ പാർട്ടി നേതൃത്വം ഗൗരവതരമായി തന്നെ അന്വേഷിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിനെ പിണറായി വിജയൻ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ മാത്രമേ കഴിയൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.